ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് വണ്ടൂർ വാണിയമ്പലത്താണ്. വാണിയമ്പലത്തിൻ്റെ അടയാളമാകേണ്ട, മുഖമുദ്രയാകേണ്ട ടൗൺ സ്ക്വയർ നാശോന്മുഖമായി കിടക്കുന്ന അവസ്ഥയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഇതാ ഇവിടെ മുതൽ ടൗൺ സ്ക്വയറിൻ്റെ കെട്ടിടങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് ടൂറിസം വകുപ്പാണ് 2015 കാലഘട്ടത്തിൽ ഈ ഒരു ടൗൺ സ്ക്വയർ രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുള്ളത്. ഇവിടെ ഇത് കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ എന്ന രീതിയിൽ ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതോട് ചേർന്ന് ശുചിമുറികളുണ്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾക്ക് പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല തരത്തിലുള്ള സംരംഭങ്ങൾ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരിക എന്നൊരു ആശയമായിരുന്നു ഈ ടൗൺ സ്ക്വയറിന് പിന്നിലുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒന്നും തന്നെ ഈ ഉദ്ഘാടനത്തിന് ശേഷം ഉപയോഗപ്പെട്ടിട്ടില്ല. ഈ ഒരു കിഡ്സ് പാർക്കിൻ്റെ അവസ്ഥയൊക്കെ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഊഞ്ഞാലൊക്കെ പൊട്ടി തൂങ്ങിക്കിടക്കുകയാണ്. ഇതൊന്നും ആരെങ്കിലും ഇവിടെ കയറാൻ കഴിയില്ല, അത്രയും സുരക്ഷയുമില്ല. ഇവിടെ നിർമ്മിച്ച ശുചിമുറികളൊക്കെ വെള്ളവും വെളിച്ചമൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ താൽക്കാലികമായി ഇതൊക്കെ നോക്കാൻ ഏൽപ്പിച്ച അല്ലെങ്കിൽ ജീവനക്കാർക്ക് പൈസ പോലും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാറ്റിലും മഴയും, കാലങ്ങളായിട്ടുള്ള ഈ കാലാവസ്ഥയിലെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ പല നാശങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 4.5 കോടി രൂപ മുടക്കിയത് ആർക്കും തന്നെ, പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇൻസിനേറ്റർ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള കഫേറ്റീരിയയുടെ കെട്ടിടമാണ് നമ്മൾ കണ്ടത്. അതും ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്കി നിർമ്മാണങ്ങൾ. ഏകദേശം 1 ഏക്കർ ഭൂമിയിലാണ് ഇത്രയും കെട്ടിടങ്ങൾ 10 വർഷം മുൻപ് നിർമ്മിച്ചത്. എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താണ്, വിഭാവനം ചെയ്താണോ ഈ ഒരു ടൗൺ സ്ക്വയർ ഇവിടെ നിർമ്മിച്ചത്, അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളത്. ഇത് ടോയ്ലറ്റുകളാണ്. ടോയ്ലറ്റുകൾ അടഞ്ഞു കിടക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സംവിധാനമാണ്. ഇതാ ഇവിടെ മുകളിൽ ചില്ലൊക്കെ നിരത്തി ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇതിങ്ങനെ പാതി ഒരു അസ്ഥികൂടം പോലെ കിടക്കുന്ന കാഴ്ച. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ ഒരു ടൗൺ സ്ക്വയർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, വാണിയമ്പലം നഗരത്തിൻ്റെ തന്നെ ഭാഗമായിട്ട്. അപ്പോൾ ഈ നാട്ടിലെത്തുന്നവർക്ക് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് കൂടി ഉപയോഗപ്പെടേണ്ട ഒരു സംവിധാനമാണ് ഈ കഴിഞ്ഞ 10 വർഷമായി 4.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ടൗൺ സ്ക്വയർ ഉപയോഗശൂന്യമായി ആർക്കും ഒരു ഉപകാരവുമില്ലാതെ ജനങ്ങളുടെ നികുതിപ്പണം മുഴുവൻ ചെലവഴിച്ച് നിർമ്മിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. ഇത് നിർമ്മിക്കുന്നതിന് മുൻപ് പഞ്ചായത്തും ടൂറിസം വകുപ്പുമായിട്ട് ധാരണ ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് കോടതിയിൽ തർക്കമുണ്ട് എന്ന വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ആലോചന നടത്താതെ നിർമ്മിച്ച ഒരു പദ്ധതിയാണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട് എന്നുള്ളതാണ് കേൾക്കേണ്ടത്. വാണിയമ്പലത്തിൻ്റെ അടയാളമാകേണ്ട ടൗൺ സ്ക്വയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഈ നാട്ടിൽ വരുന്നുണ്ട്. നമ്മോടൊപ്പം ഇന്നത്തെ ഞാനുണ്ടോ ചോദിക്കാനിൽ ടൗൺ സ്ക്വയറിൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഈ നാട്ടുകാർ ചേരുന്നുണ്ട്. വാണിയമ്പലം വികസന സമിതി ഫോറം പ്രതിനിധികൾ ചേരുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരൊക്കെ ചേരുന്നുണ്ട്. നമുക്ക് അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കാം. ഇപ്പോൾ ഈ ഒരു 1 ഏക്കറിലധികം സ്ഥലത്ത് 4.5 കോടി രൂപ ചെലവഴിച്ച് ഈ ഒരു ഉണ്ടാക്കിയിട്ട് ഏകദേശം 10 വർഷത്തോളം ആകാൻ പോവുകയാണ്. ആർക്കും ഉപകാരപ്പെട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ശരിക്കും എന്താണ് ഇതിന് സംഭവിച്ചത്? 2014 ഇത് പഞ്ചായത്ത് തീരുമാനം എടുത്തുകൊണ്ട് DTPCക്ക് ഫണ്ട് വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ DTPCയും പഞ്ചായത്തും ഈ പദ്ധതി വ്യക്തമായിട്ട് ഒരു എഗ്രിമെൻറ്റോ കരാറോ ഒന്നും വെക്കാതെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്.
അന്ന് തന്നെ 23 മെമ്പർമാരും ഐക്യകണ്ഠേനയാണ് ഈ ബോർഡിൽ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ ഇത് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം DTPC പഞ്ചായത്തിനെ തിരിച്ച് ഏൽപ്പിക്കും എന്നുള്ളൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, എഗ്രിമെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന് അന്ന് ആവശ്യമായ ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. റെയിൽവേൻ്റെ അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് റെയിൽവേൻ്റെ NOCക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല. അതേപോലെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്നും അതിനാവശ്യമായ ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. പിന്നെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഈ കെട്ടിട നമ്പർ നൽകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വ്യക്തമായൊരു കരാറില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഇത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇത് ഇവിടെ കൊണ്ടുവന്ന മിനിസ്റ്റർ ആയിരുന്ന ഇവിടുത്തെ MLA ഈ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും 6 മാസം ഇവിടെ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അന്ന് ഇത് തുറന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഇതിപ്പോൾ നമുക്കറിയാം, ഈ മലപ്പുറത്തിൻ്റെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷൻ ഒന്നും കൂടിയാണ് മണിപ്പൂർ, നമുക്ക് ട്രെയിനിൽ കാണാം. അപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ നാട്ടുകാർക്ക് മാത്രമല്ല, ഇവിടെ എത്തുന്ന ആളുകൾക്ക് കൂടി ഉപകാരപ്പെടേണ്ട ഈ സംവിധാനങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാട് കൂടിയും അല്ലെങ്കിൽ ഉപയോഗപ്രദമല്ലാതെയും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നാടിൻ്റെ അടയാളമാവേണ്ട സ്ഥലമായിരുന്നു. ഇതിൽ കാതലായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പദ്ധതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിന്മേൽ ഒരു 14 സെൻറ്റിന്മേ ഒരു സ്വകാര്യ വ്യക്തിയായ കേസുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അന്നത്തെ ആ മിനിസ്ട്രി അല്ലെങ്കിൽ ആ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്ത്. കാരണം ഈ സെക്രട്ടറി ഇതിൽ MO ഒപ്പിടാനുള്ള പ്രധാന കാരണം ആ കേസാണ്. ആ കേസ് ഇപ്പോഴും നിലക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ആ കേസ് നിലക്കുന്ന സിവിൽ കേസ്. ആ കേസ് തീരാത്തോടത്തോളം കാലം ഇതിങ്ങനെ അനാഥപ്രേതമായിട്ട് നിൽക്കും. കേസുള്ള സ്ഥലത്ത് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ അന്വേഷിക്കേണ്ടതാണെന്നുള്ളൊരു കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അന്നത്തെ മിനിസ്റ്ററും ഈ ഭാഗത്തെ MLAയുടെയും ഒരു സമ്മർദ്ദഫലമായിട്ടായിരിക്കും അത് നടത്താതിരുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിൽ വലിയൊരു 10 വർഷം മുമ്പത്തെ സംഭവമാണ്. പക്ഷെ എന്നാൽ തന്നെയും ഏത് സർക്കാരിൻ്റെയും അവസാന കാലയളവിൽ ഒരുപാട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. 2016 അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്തും അതുപോലെ ഒരു ഉദ്ഘാടനം നടത്തി പോയതാണോ എന്ന് കരുതുന്നുണ്ടോ ഇതിനെ? തീർച്ചയായിട്ടും ഇതിന് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും 4.5 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇത് നടപ്പിലാക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ നമ്മളിവിടെ മുഴുവൻ നടന്നു നോക്കിയാൽ അതിനൊരു 10% പോലും ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 10 വർഷം മുമ്പാണ്. 2014 തുടങ്ങി 15 അവസാനിച്ചു. ഇവിടെ നേരത്തെ ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുമായിട്ട് കേസിൽ കിടക്കുന്ന സ്ഥലം കൂടി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക്, ഏറ്റെടുക്കുകയല്ല അതിലേക്ക് കൂടി ഇത് സർക്കാർ പദ്ധതി എന്ന പേരിൽ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പണമാണ് ഇത്തരത്തിലിവിടെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ കെട്ടിടങ്ങളുടെ അവസ്ഥ എന്താണ്? അത് ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ രാത്രി 10 മണി അവസാനത്തെ രാജറാണി ട്രെയിൻ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. മുഴുവൻ ലഹരി വസ്തുക്കളുടെയും വിപണന കേന്ദ്രമായിട്ട് ഈ ഒരു പ്രദേശത്തെ മാറ്റാനാണ് ഇവിടുത്തെ MLA അടക്കമുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാതിരിക്കാൻ വയ്യ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 1973 മുതൽ ഈ സിവിൽ കേസ് നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് ഈ പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് MOU വെക്കാൻ പറ്റാതെ പോയത്. കാരണം ഒരു MOU ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭൂമിയുടെ ആ സ്ഥലത്തിൻ്റെ ഒരു ഉടമസ്ഥാവകാശം ആര് എന്ന് ആദ്യം തെളിയിക്കേണ്ടതുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെതാണോ ഈ സ്വകാര്യ വ്യക്തിയുടേതാണോ അല്ലെങ്കിൽ DTPCയുടേതാണോ ഇതൊരു തീരുമാനമായിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ പ്രൊജക്റ്റ് വെച്ചത്. അവിടെ തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ഫാൾട്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു MOU വെക്കാതെ പോയത്. കാരണം MOUയിൽ ഒപ്പിടുന്ന ഉദ്യോഗസ്ഥൻ ആരായാലും പിന്നെ ഇത് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ അയാൾ കുടുങ്ങും. നിലവിൽ ഇപ്പം ലേറ്റസ്റ്റ് അവസ്ഥ കിടക്കുന്നത് 14 സെൻറ്റ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ്. അതിൽ അദ്ദേഹം കൊടുത്ത ഒരു ഇഞ്ചക്ഷൻ ഓർഡറിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. നിലവിൽ ഇതിൽ DTPCയോ പഞ്ചായത്തോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മേലുദ്യോഗസ്ഥന്മാരെടുത്ത്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെയുള്ള താഴെ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ MLAയുടെ നേതൃത്വത്തിൽ കളക്ടറുടെ അടുത്ത് ഒരു കൂടിയാലോചനയൊക്കെ നടന്നു. അവിടെയൊക്കെ നടന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് തുറക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന. പക്ഷേ എങ്ങനെ തുറക്കും? ഈ ഭൂമി ഉടമസ്ഥനല്ലേ തുറക്കണോ തീരുമാനിക്കുക. ഉടമസ്ഥൻ ആരാണ് ഇവിടെ? സർക്കാരിൻ്റെ ഉടമസ്ഥരുടെ ഭൂമി അല്ല എന്നുള്ളതാണ്. അതാണ് സ്വകാര്യ വ്യക്തിയുടേതാണോ അത് തീരുമാനമായിട്ടില്ല. നമ്മൾ സ്വകാര്യ വ്യക്തിയുടെ പറയുന്നില്ല. ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ
പിന്നെ DTPC ചെയർമാനെ പോയി കണ്ടു മലപ്പുറത്ത്. അത് കഴിഞ്ഞിട്ട് കലക്ടറെ കണ്ടു. അവരൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ഒരു തർക്കമില്ല, ഇപ്പോൾ തുറക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു ഇതിന് 14 സെൻറ്റിന് വ്യക്തമായ തർക്കമുണ്ട്. കാരണം അവർക്ക് വീതി നടത്തി കിട്ടാനുള്ള വീതിയും വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് പാർട്ടിക്ക്. അപ്പോൾ പറഞ്ഞു ഇവർ അതില്ല, ഞങ്ങളിപ്പോൾ പോയിട്ട് മന്ത്രിയുടെ ചർച്ച ചെയ്ത് തുറക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴും മാസങ്ങൾ കടന്നു പോവുകയാണ്. ഇതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല എന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവണം. 1973 ഇതിലിപ്പോൾ നികുതി അടച്ചില്ല പറഞ്ഞു. നമ്മുടെ ഇവിടെ വണ്ടൂർ പഞ്ചായത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ ആ വീടിന് ആദ്യം പിന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറും ഓവർസിയറും വന്നിട്ട് ഈ ഭൂമി എവിടെ കിടക്കുന്നു എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക് NOC കിട്ടുക. ഈ 23 വാർഡ് മെമ്പർമാരും ഈ NOC കിട്ടാത്തതിൽ എങ്ങനെ ഒപ്പിട്ടു? പിന്നെ എന്തുകൊണ്ട് അവിടുത്തെ അന്നത്തെ സെക്രട്ടറി ആരായിക്കോട്ടെ ഈ സെക്രട്ടറി ഇതിനെ സമ്മതം മൂളാതെ എന്ത് ഫോഴ്സിൻ്റെ മുകളിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ കെട്ടാൻ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ റെയിൽവേൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ വാങ്ങിയിട്ടില്ല. പിന്നെ കറണ്ട് കാര്യങ്ങൾ നമ്പർ ഇടുകയോ ഒന്നും ചെയ്തില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടറെ ഞാൻ വിളിച്ചു. ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇന്നലെ 1 മണി മുതൽ 2 മണി വരെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. മാലിന്യത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെ പെറ്റീഷനും കടലാസും കൂടി ഒന്നും കൂടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ 2-3 വട്ടം ഞങ്ങൾ തന്നിട്ട് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് ഞങ്ങൾ 10 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് അതിനൊന്നും നമുക്ക് തക്കതായ ഒരു മറുപടി ഇതുവരെ തന്നില്ല. അപ്പോൾ ഇതിൽ ആരൊക്കെ ഇതിൻ്റെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഇത് ഫണ്ട് കൊടുത്ത ആൾക്കാർ ആരത് അലോട്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇത് വന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടണം. ഇങ്ങനെ ഈ 450 ലക്ഷം എവിടെ എങ്ങനെ ചിലവാക്കിയെന്ന് അറിഞ്ഞാണ്ട് ഇതിൽ വേണ്ടപ്പെട്ട ആൾക്കാരെ ഇത് ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പണെടുത്തിട്ട് ഇങ്ങനെ ദൂർത്തടിക്കാൻ പാടില്ല എന്നും കൂടി ഇതിൽ അപേക്ഷിക്കുന്നു. കുറേ ആയിട്ട് ഞങ്ങൾ ഇതിൽ പോരാട്ടം നടന്നുകൊടുക്കുന്ന 6 മാസത്തിൻ്റെ മുകളിലായി ഇപ്പോൾ തുടങ്ങിയിട്ട്. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷേ ഇതിന് ആരും തയ്യാറല്ല. അതല്ലെങ്കിൽ പിന്നെ കോടതി വിധി വരണം. കോടതി വിധി വരണമെന്നുണ്ടെങ്കിൽ ഇനി എത്രയോ സമയം പിടിക്കും. അപ്പോൾ ഇനി ഒരു 10 വർഷം ഇനി അത് കാത്തിരിക്കണം. അപ്പോൾ അതല്ലാതെ ഒരു സർവകക്ഷി യോഗം ചേർന്ന് ഉദ്യോഗസ്ഥരുമായിട്ടും മന്ത്രിതലത്തിലൊക്കെ ഒരു ചർച്ച നടന്നാൽ ഒരു പക്ഷേ ഈ പ്രൈവറ്റ് പാർട്ടിയുമായിട്ട് ഒരു കോമ്പിനേഷനിൽ എത്തുകയാണെങ്കിൽ ഇത് തീരുമാനമാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് എത്രയോ നീളത്തിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇതെല്ലാം ഇവർ ഇത് കയറ്റി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു വില്ലേജോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെൻ്ററോ ഒക്കെ ഇവിടെ കയറ്റാമായിരുന്നു. ഇത് ഒന്നും നടക്കാൻ പൈസ ഇല്ല. യെസ്, അതാണ് എന്താണ് നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ വ്യാപാരിൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊരു പദ്ധതി ഒരു വികസനം വരുമ്പോൾ അതിൽ അവലംബിക്കേണ്ട ചില പ്രൊസീജിയറുകളുണ്ട്. അത് 2016 ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് അവലംബിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. അന്നത്തെ സ്ഥലം MLA വിനോദസഞ്ചാര വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് അദ്ദേഹം ഈ പദ്ധതി കൊണ്ടുവന്നെങ്കിലും ഇത് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അത് ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ കാതലായ ഒരു വിഷയം എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലോ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വാർഡ് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ അടക്കം UDF-നാണ്, ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. ഇവിടെ കാലങ്ങളായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിൻ്റെ ശേഷവും ഈ നിമിഷം വരെയും ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ലേബിൾ നിന്നുകൊണ്ട് സമര പോരാട്ടങ്ങൾ അതുപോലെ തന്നെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലടക്കം മന്ത്രി റിയാസിനേറ്റ് കണ്ട് ചേംബറിൽ കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇവിടുത്തെ വിഷയം 4.5 കോടി എന്നുള്ളതാണ്. പക്ഷേ ഇത് 4.5 കോടിയാണോ അതല്ല 6.5 കോടിയാണോ ഇതിന് ചെലവഴിച്ചത് എന്ന് പോലും സംശയത്തിൻ്റെ നിഴലിരിക്കെ ഇടതുപക്ഷ യുവജന സംഘടനയായ DYFIയുടെ നേതൃത്വത്തിൽ ഇതിന് വിജിലൻസിൽ പരാതി കൊടുത്ത് ആ അന്വേഷണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ അതിൻ്റെ ആ രീതിയിൽ തന്നെ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ വാണിയമ്പലത്തിനെ സംബന്ധിച്ച് ഒരു വികസനവും കൊണ്ടുവരാൻ കഴിയാത്തത് പൊതുസ്ഥലം ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയും പൈസ തട്ട എന്നുള്ള രൂപത്തിലാണ് ഇതിവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ ആ തല മുതൽ ഈ തല വരെ 4.5 കോടി രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത്. കാരണം എത്ര രൂപ ചിലവാക്കുന്നത് സാമാന്യബോധമുള്ള ആൾക്കാർക്ക് ഇത് ഊഹിച്ചാൽ മനസ്സിലാവും. 1 രൂപയുടെ ഉപയോഗം പോലും ഇതുവരെയായിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ നഗ്നമായ ഈ അഴിമതിക്കെതിരെ ശക്തമായുള്ള വിജിലൻസ് അന്വേഷണം അടക്കം നടത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് കോടതിയിൽ അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഈ 4.5 കോടി എന്ന് പറയുമ്പോഴേ 4.5 കോടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മൂല്യം കൂട്ടുകയാണെങ്കിൽ 7.2 കോടിയാണ്. അതാണ് പിന്നെ ഈ വാണിയമ്പലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. നിലമ്പൂർ മര വ്യവസായം പേര് കേട്ടതാണ്. പക്ഷേ ഈ വാണിയമ്പലത്തിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ മരം കയറ്റിപ്പോയിരുന്നത് ഒരു കാലത്ത്. നിലമ്പൂരിലേറെ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ മരം അട്ടിക്കിട്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അതായത് ലോറി ഉള്ള കേന്ദ്രമായിരുന്നു വാണിയമ്പലം.
ഞങ്ങളിപ്പോൾ 60 കൊല്ലം പിന്നോട്ട് പോവുകയാണ്. നാട്ടുകാർക്ക് അതാണ് പറയാനുള്ളത്. ആകെ ഒരു വികസനം വന്ന ഇതാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഇപ്പതാ വെറും കള്ള്, കഞ്ചാവ്. വൈകുന്നേരം 10 മണിക്ക് ശേഷം വന്നാൽ കാണാം. MDM ആണ് മെയിൻ. ഇവിടെ ചോക്കാട്, പിന്നെ അങ്ങോട്ട് ഔട്ട് ഓഫ് വാടിയമ്പലം, ഇതിൻ്റെ മലപ്പുറം എത്രയോ ആൾക്കാർ ഇവിടെ. എത്രയാണ് ഇവിടുത്തെ ചെക്കന്മാർ? 20ഉം 22ഉം 18ഉം വയസ്സായ ചെക്കന്മാർ. അത് മാത്രമല്ല, ഇവിടെ ഒരു ലൈറ്റ് ഇല്ല. വണ്ടൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കണം. അങ്ങനെയാണ് വണ്ടൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്നത്. കറണ്ട് ഇല്ലാത്ത രാത്രി ആയി കഴിഞ്ഞാൽ ഏതോ സിനിമയിൽ മറ്റേ പറഞ്ഞാൽ കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ, പിന്നെ ഇവിടെ വണ്ടൂർ എത്തിയാൽ രാത്രി മനസ്സിലാവോ വണ്ടൂർ പഞ്ചായത്ത് എത്തി. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതന്നെ അടയാളം. എന്താണ് കാലങ്ങളായിട്ട് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-11 വർഷമായിട്ട് ഇതിനൊരു അറുതി വരുന്നില്ല. കാരണം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരും. അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. വാണിയമ്പലത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സമാന ചിന്താഗതിയുള്ള ആളുകളെ കൂട്ടിയിട്ട് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഞങ്ങൾ കൂടിയിരിക്കുകയാണ്. എല്ലാം നേരിട്ട് പോയി ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓപ്പൺ ഫോറം വെച്ചു. അന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 4.5 കോടി 10 വർഷം മുമ്പ് പറഞ്ഞാൽ 10-20 ലക്ഷം കൊണ്ട് തീരാവുന്നൊരു പദ്ധതിയുള്ളത്. ബാക്കി 4 കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റിൽ പോയി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമാണ്. നേരെ മറിച്ച് വിജിലൻസ് കോടതിയാണ് അന്വേഷണം വെച്ചെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. പാലാരിവട്ടം പാലം അന്വേഷിച്ചതുപോലെയുള്ളൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് തല ഇവിടെ ഉരുളും. അതിൽ യാതൊരു സംശയമല്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയിലൂടെയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിഹാരമായിട്ട് എല്ലാവർക്കും ഒന്ന് തുറന്ന് പ്രവർത്തിക്കണം എന്ന്. കാര്യം ഇത്രയും ഒരു നിർമ്മാണം, ഇത്രയും കോടികൾ മുടക്കി നിർമ്മിച്ച സംവിധാനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. ഇത് എങ്ങനെയാണെന്നുള്ളൊരു പരിഹാരത്തിലേക്ക് എത്താനുള്ള നിർദ്ദേശം? ഇത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു 4.5 കോടിയുടെ ചിലവാക്കിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉപകാരം ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പം രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെ ഇവിടെ ഈ രാജറാണി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കഞ്ചാവ്, അങ്ങനത്തെ ശീശ, MDM അങ്ങനെയൊക്കെ പല കച്ചവടങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണ് തുറന്നുകൊണ്ട് ഇത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള ഈ വിഷയത്തിൽ. എന്താണ് വണ്ടൂർ പഞ്ചായത്തിൽ വാണിയമ്പലം പ്രദേശത്ത് നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു സ്വപ്നമായിരുന്ന 450 ലക്ഷം റുപ്യ 10 വർഷം മുന്നേ കൊടുന്നുകൊണ്ട് ഇവിടെ ചിലവാക്കിയതാണ്. അത് കൊണ്ടുവന്ന ആളുകൾ ഇന്ന് വരെ ഒരു മോണിറ്ററിങ് പോലും ഇല്ലാതെയാണ് ആ വർക്കിൻ്റെ ഫണ്ട് പിൻവലിച്ചിട്ടുള്ളത്. ഒരു വർക്ക് എഗ്രിമെൻറ്റോ ഒരു കാര്യമോ അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടില്ല. ഒരു പഞ്ചായത്ത് സെക്രട്ടറിയും DTPC ചെയർമാനും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കണം ഈ വർക്ക് തുടങ്ങണമെങ്കിൽ എന്നാണ് അതിൻ്റെ പ്രൊസീജിയർ. ആ ഒരു ഇതുപോലും ഒരു പാലിച്ചിട്ടില്ല. എന്നിട്ട് 10 വർഷം മുന്നേ ഈ 450 ലക്ഷം ഉറുപ്പ്യൻ്റെ മൂല്യം എത്രയായിരിക്കും? ഇപ്പോൾ ഒരു 750 ലക്ഷം ഉറുപ്പ്യൻ്റെ മൂല്യം ഉണ്ടാവും. എന്നതിന് ശേഷം അത് എന്തെങ്കിലും ആ മണ്ഡലത്തിലുള്ള അതേ MLA ആണ് ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ MLA മുൻകൈ എടുത്തുകൊണ്ട് സർവ്വകക്ഷി യോഗം വിളിച്ചിട്ട് MLAൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ പാർട്ടി കക്ഷി നേതാക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ നാട്ടുകാർക്കുള്ള ഈ ഒരു നഷ്ടം നികത്തുന്നതിനു വേണ്ടി മുൻകൈ എടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി MLA ആണ്. MLA അതിന് തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവനും അതിന് റെഡിയാണ്. എന്നിട്ടെങ്കിലും ഇതിപ്പോൾ തുറന്നു ഇത്രയും കാലം നഷ്ടപ്പെട്ടതോ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇനി അത് തുറന്നു കൊടുക്കാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും അതിന് നിയമപരമായിട്ട് എന്തെല്ലാം നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരായ ആളുകൾ മുഴുവനും അതിന് തയ്യാറാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. പല പാർട്ടിയിലും പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കൂടിയിട്ടുള്ളതൊക്കെ. എല്ലാവരുടെ വാക്കുകളിൽ നിന്നും ഒരൊറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം വരുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല അത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഒരു സർവകക്ഷി യോഗം ഇവിടെ നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് തുറന്നു കൊടുത്തുകൊണ്ട് ഈ സാമൂഹ്യ വിരുദ്ധരും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്കുള്ള യാത്രയും എല്ലാ പ്രശ്നങ്ങളും, അതേമാതിരി ശൗചാലയം പൂട്ടിയിട്ടൊക്കെയാണ് 10 വർഷമായിട്ട്.
അതൊന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ കുഴൽക്കിണർ ഇതിലുണ്ട്. KSEB ഒരു കറണ്ട് ലൈൻ വലിക്കുകയാണെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. വാണിയമ്പലത്ത് വന്നാൽ ഒരു യൂറിൻ പാസ് ചെയ്യാനും കൂടിയും ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനമാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥലം MLA തയ്യാറാവുകയാണെങ്കിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ ആളുകളെയും ആ യോഗത്തിൽ പങ്കെടുപ്പിക്കാനും ആരോഗ്യകരമായ ഒരു ചർച്ച നടത്തി അതിനൊരു തീരുമാനത്തിലെത്തിക്കുന്നതിനും ഞങ്ങളെല്ലാവരും സന്നദ്ധത അറിയിക്കാനും കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ വാണിയമ്പലം ടാക്സി ഡ്രൈവറാണ്, ടാക്സി സ്റ്റാൻഡ്. ഞങ്ങളെ സ്റ്റാൻഡായിരുന്നു ഏറ്റവും ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ സ്കെച്ചും പ്ലാനൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് നല്ല കട്ടട്ട ഒരു സ്റ്റാൻഡാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി ഒന്നും വണ്ടി ഇട്ട് പോകാൻ പറ്റില്ല. രാത്രി ഒരു 9-10 മണി കഴിഞ്ഞാൽ ഫുള്ള് മയക്കുമരുന്ന് മാഫിയേൻ്റെ ഒരു കേന്ദ്രമാണ്. വണ്ടിമ വരഞ്ഞിട്ട് ഇതാക്കിയിട്ട് അങ്ങനെയുള്ളൊരിതാണ്. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് ഓപ്പണാക്കി കൊടുക്കണ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് സ്റ്റാൻഡും കൂടി ഞങ്ങളെ മുന്നേക്ക് ഒന്ന് മാറ്റി കിട്ടാനുള്ള ഒരു സംവിധാനം കൂടി ഇതിലുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, എനിക്കായിട്ടൊന്നും പറയാനൊന്നുമില്ല. എന്നാലും നമ്മുടെ വാണിയമ്പലത്തിൻ്റെ ഹൃദയ ഭാഗത്ത് ഇത്രയും നല്ല കണ്ണായ ഒരു സ്ഥലം ഇങ്ങനെ വെറുതെ കാട് പിടിച്ച് നശിച്ചു പോവുക എന്ന് പറയുമ്പോൾ നാട്ടുകാരെ പോലെ തന്നെ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ ശരിയാക്കിയിട്ട് ലേലം ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ലക്ഷങ്ങൾ മാസം അവർക്ക് വരുമാനം ഉണ്ടാക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇതിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് പോലും മര്യാദയ്ക്ക് ശമ്പളം വരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം എന്താണ് നമുക്ക് ഇതിലെന്താ ഇവിടെ പറയുന്ന ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്ന ഒരു ഇത് ശരികേട് എന്തോ ചോദിച്ചാൽ 73-ലൊരു കേസ് നടക്കുന്നുണ്ട്. അന്നൊക്കെ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ MLA ഒരു ചർച്ച വിളിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമല്ല. അന്ന് മുതൽ 73-ല് ഒരു ഹൈക്കോടതി വിധിയാണിത്. അന്നേ ഉണ്ട് ഇത്. ഇപ്പം അടുത്ത കാലത്താണ് ഇപ്പോൾ 14 സെൻറ്റ് സ്ഥലം ഈ ഇത് കിട്ടിയത്. അന്നേ 2 മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതറിയാം. അവർ വീതം വെച്ചു. ഏത് സമവായ ചർച്ചയിൽ പോയാലും കോടതിയുടെ അന്തിമ അനുമതിയോടെ കോടതി 14 സെൻറ്റ് വിധി. ഇനി 14 സെൻറ്റുമേ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയൂല. അത് ഏത് ഭാഗത്താ സ്ഥലം? അത് ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം, ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമാണ്. ഈ വർക്ക് നടക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്താ പറയുന്നത് അറിയോ? ഇവരെന്തുകൊണ്ടാണ് നേതൃത്വത്തിലാണ്. പല ആൾക്കാർക്കും കോടതികൾ പോകാൻ ഒരു പേടി, ചിലവില്ലാത്ത ഒക്കെ ഉണ്ട്. അവർക്ക് കാശൊക്കെ കിട്ടി ആയപ്പോൾ അവർ കേസിന് പോയി. ഇപ്പോൾ MLAക്ക് MLAൻ്റെ കാര്യം നടന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. വണ്ടൂരിൽ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ 3 പാർട്ടികളും ഇപ്പോൾ നിൽക്കുന്നത്. അതുവരെ ഇതൊന്നും ആവില്ല. എന്തൊക്കെ ചർച്ച നടത്തിയാലും ആരൊക്കെ എന്ത് വട്ടമേശകൾ നടത്തിയാലും ഒരു ചർച്ചയും നടക്കൂല. ഇപ്പോൾ പ്രതിവശത്ത് ഇരിക്കണവർക്ക് ഭരണവശത്ത് കയറാൻ ഒരു പാലാണ് അവരിത് കാണുന്നത്. അത്താണിക്കത് ബീവറേജ്, താളിമുണ്ട് റോഡ്, ഇവിടുത്തെ മേൽപ്പാലം, ഇതൊക്കെ അവർ സ്വപ്നം കാണണം. എന്താ പറയുക, കോൺഗ്രസ്സിന് ഇതൊന്നും കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ LDF സർക്കാർ വന്നാൽ എല്ലാം ശരിയാക്കുന്നതാണ്. ഇനി ശരിയാക്കൽ എന്താ വെച്ചാൽ മണ്ണിടാനേ ഉണ്ടാവുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മേഖലയും നല്ലത്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നാടിൻ്റെ വികസനമാണ് പ്രശ്നം. ഈ നാടിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ഥലം MLA ആണ്. ഈ MLAൻ്റെ നേതൃത്വത്തിൽ വലിയ വിഷയം ഈ അലംഭാവ ഈ വിഷയത്തിലുണ്ട്. അവിടെയാണ് ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഞങ്ങൾ പ്രശ്നം. ഇതിൽ ഒരു MLA വിചാരിച്ചാലോ മന്ത്രിമാർ വിചാരിച്ചാലോ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു മന്ത്രി ഇപ്പോൾ ഇതിൽ പറയുന്നത് DTPC ടൂറിസം വകുപ്പ് മന്ത്രിയും ഈ പഞ്ചായത്ത് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും തീരുമാനിച്ചാൽ തീരാവുന്നതെന്നാണ് ഇവിടെ ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് നടക്കില്ല. കാരണം ഇത് കോടതിയിൽ കിടക്കുന്ന ഒരു കേസുള്ള സ്ഥലമാണ്. അവിടെ ആര് വിചാരിച്ചാൽ അത് കോടതിയെ ലക്ഷ്യമാവില്ലേ? പിന്നെ മന്ത്രിമാർ കൂട്ടുപോയി കിടക്കേണ്ടി വരും. അപ്പോൾ അതിലൊന്നും തീരാൻ പോകുന്നില്ല. സ്വകാര്യ വ്യക്തികളുടെ പ്രശ്നം പറഞ്ഞത്. അപ്പോൾ ഇത് ആ സ്വകാര്യ വ്യക്തിയായി കണ്ടിട്ട് അദ്ദേഹമായിട്ട് പുറത്തുനിന്ന് തീരുമാനിച്ച് ഈ കേസ് ഇല്ലാതാക്കണം. എന്നാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. TTPCക്ക് ഈ വർക്ക് നടത്തിയതിൻ്റെ വേതനം കിട്ടണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ലെറ്ററോ കാര്യങ്ങളോ പഞ്ചായത്തു നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പഞ്ചായത്ത് പറയണത്. TTPC പറയണത് ഞങ്ങൾക്ക് അതിന് ഇത് വേണമെന്നും. ഇവർ 3 കൂട്ടർ, ഇവർ പഞ്ചായത്ത് TTPCയും പറയുന്നത് ഈ സ്വകാര്യ വ്യക്തിൻ്റെ അടുത്ത് ഈ ഭൂമി ഉണ്ട്. ഈ ഭൂമി ഉണ്ടായപ്പോഴാണ് ഇവർ 2 കൂട്ടരും ഗവൺമെൻറ് കടന്നാക്രമിച്ചിട്ട് നാളെ നിങ്ങളെ വീട്ടിലും കാണുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്കറിയാം ശബരി റെയിൽവേ പാത അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ സർക്കാർ എന്താണ് ആ കുറ്റി അടിച്ചു. അവിടെ ലോണ് പോലും കിട്ടൂല. നിങ്ങളെ യൂണിവേഴ്സിറ്റി നിലമ്പൂർ ഇതാക്കി കാശ് കൊടുത്തിക്കണെന്നാണ് പറയണത് ഇല്ലേ? നിങ്ങൾ സംരക്ഷണം ചെയ്താണ് നിലമ്പൂർ ബൈപ്പാസ്. അവിടെ എല്ലാ ആൾക്കാർ ആ സ്ഥലം വിട്ട് കൊടുത്തിട്ട് ഒരു പൈസ കൊടുത്തിട്ടില്ല ഇല്ലേ? ഇതൊന്നുമല്ലല്ലോ അവിടുത്തെ പ്രശ്നം.
പൈസ കൊടുക്കണം. എന്നാൽ അവർക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടോ? വിൽക്കാൻ കഴിയണില്ല. അത് തന്നെയാണ് വാണിയമ്പലത്തെയും പ്രശ്നം. ഇല്ലാത്ത സ്ഥലത്ത് ആരും വരില്ല. എല്ലാവർക്കും കോടതി കയറാൻ കഴിയൂല. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടതി കയറാൻ കഴിയുമവർക്ക് അവർക്ക് ഫണ്ട് കിട്ടും. ഒരു വ്യക്തി എന്ന നിലക്ക് കഴിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് കാശ് വന്നപ്പോൾ അവർ കേസിന് പോയി. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചർച്ച വേണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. എന്തിനാ ചർച്ച? ആ 14 സെൻറ്റ് പോയി കഴിഞ്ഞു. 14 35 വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അനുകൂല വിധി വരും. ഈ 140 മണ്ഡലങ്ങളിലും ഈ ഒരു മണ്ഡലത്തിലും മാത്രമൊന്നുമല്ലല്ലോ ഇതുപോലത്തെ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ഭരണം കിട്ടാനൊന്നും ഇപ്പോൾ ഒരു ടൗൺ സ്ക്വയറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പ്രദേശത്തിലെ ഒരു വാർഡിലൊന്നും വരെ ഇടതുപക്ഷത്തിന് ജയിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വെറുതെ ഉന്നയിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് തുടങ്ങിയിട്ട് 10 കൊല്ലമായിക്കണ്. അതൊന്നും ഒഴിവാക്കിയാണ്ട് ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകാണ്ട് ഇതുവരെ വന്ന അപാകതകളും പോരായ്മകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആര് വിചാരിച്ചാലാണ് നടക്കുക. അതിനാണ് രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ടുള്ള ഒരു പ്രവർത്തനം അതിനാവശ്യം അല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലല്ലോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും സാധിക്കില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഇവിടുത്തെ അധികാരി വർഗത്തിന് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ആ പോരായ്മ തുറന്നു കാണിക്കാനും അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു സംരംഭം തുറന്നു കൊടുക്കാനും വേണ്ടിയാണ് ഇവിടുത്തെ ഈ ഒരു സംഘം മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ സംസാരിച്ചിട്ടുള്ളതും. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഞാൻ ഏതായാലും ഇപ്പോൾ തൽക്കാലം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു നാടിൻ്റെ ആവശ്യം, ആ ആവശ്യം പൂർത്തീകരിക്കേണ്ടത് ഇവിടുത്തെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് ഇതിൻ്റെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഏതൊരു കാര്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കുറച്ച് സമയമുള്ളൂ. എന്താണ് ഇതിൽ അവസാനമായിട്ട് നമുക്ക് എന്താ ഇതിൽ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം? ഇത് LDFO UDFO നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മണ്ഡലത്തിൽ പിന്നെ പൗരൻ എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ഇത് തുറന്നു കിട്ടുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പിന്നെ കോടതി ആയിട്ടോ അതല്ലെങ്കിൽ സർക്കാർ തലത്തിലോ പോയിട്ട് ഇത് പൊതുവായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 10 വർഷമായിട്ട് ഇപ്പോൾ ഈ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും തന്നെ ഇതിനൊരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഇതുണ്ട്. പക്ഷെ അവർ അത് ചെയ്തിട്ടില്ല. ഒരു അന്വേഷണവും ഇതിൽ നടന്നിട്ടില്ല ഇന്നേ വരെയായിട്ട്. അത് ആരെ സംരക്ഷിക്കാനാണെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഒത്തുകൂടിക്കൊണ്ട് ഇത് തുറക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. ഇതാണ് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അവരാരും ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല എന്നുള്ള വസ്തുത കൂടി നമ്മളിവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ഇത് ടൂറിസം വകുപ്പുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറെ വൈകാതെ ഇതിൽ പരിഹാരമുണ്ടാക്കും എന്നുള്ള മറുപടിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് അവർ പങ്കുവച്ചത്. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയുകയാണ്. അതുതന്നെയാണെങ്കിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ട്. അത് സമവായങ്ങളിലൂടെ മാത്രമായിരിക്കില്ല, നിയമപരമായിട്ട് നീങ്ങേണ്ടി വരും. പക്ഷേ ഇത്രയും വർഷം ജനങ്ങളുടെ പണം, ജനങ്ങളുടെ നികുതി പണമാണ് ഇവിടെ ഇത്തരത്തിൽ ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുന്നത് എന്ന കാര്യം കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ അടഞ്ഞു കിടക്കുന്ന ഓരോ ദിവസവും ആ നഷ്ടം കൂടിക്കൂടി വരികയാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. അത് ഏത് തരത്തിലാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട, നാടിനെ അടയാളപ്പെടുത്തേണ്ട ഈ ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുക തന്നെ വേണം. അതിനാവശ്യമായ നടപടികൾ അത് നിയമപരമാവട്ടെ അതല്ലാതെ സാങ്കേതികപരമാവട്ടെ അത് അധികൃതർ സ്വീകരിക്കുക തന്നെ വേണം. അതുതന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.